കൊച്ചു താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. എന്ത് പരിപാടിയാണ് കാണിച്ചേ? എന്തിനാ പോകാൻ അടിക്കേണ്ട ആവശ്യമോ? ഇജിപ്പോൾ അടിച്ചു വന്നില്ലേ? ആ സാധുവിൻ്റെ അവസ്ഥ എനിക്കറിയാം. 6 ദിവസം കൂലിപ്പണിക്ക് പോയിട്ട് ഉള്ള പൈസ ഒരു കൂട്ടിയിട്ട് കളിക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വന്ന എന്ത് ഒലക്കൊക്കെ ഈ അടിച്ചിക്കണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ റണ്ണിന് വേണ്ടിയിട്ടല്ല ലാസ്റ്റ് ഓവറിൽ ഇങ്ങോട്ട് മാറിയിരുന്നത് അല്ലേ? അതിന് വേണ്ടിയിട്ടില്ല ഇജ്ജ് ഓനോട് സ്ട്രൈക്ക് വെച്ചത്. എനിക്ക് വേണ്ടി സൂയിസൈഡ് എന്ത് കാര്യത്തിന്? ഇജ്ജ് എത്ര റൺ എടുത്തിട്ടുണ്ട്? എൻ്റെ സ്കോർ ബോർഡിലൊന്നും നോക്കി. 5 ഓവർ ഇജ്ജ് കളിച്ചില്ലേ? 6 ഓവറിൻ്റെ കളിയിൽ 49 റണ്ണ് വേണ്ടെടുത്ത് 5 ഓവർ കളിച്ച് ലാസ്റ്റ് ഓവറിൽ അജ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ആ ചെക്കൻ 3 ബോൾ 9 റൺ അടിച്ചില്ലടോ. എൻ്റെ ടീമിൽ മേലെ ഒരു ഐക്കെന്ന് പറഞ്ഞ സ്ഥാനം ഉണ്ടാവില്ല. പൊന്നാന മക്കളെ, ആരാണെങ്കിലും എന്താണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല. ഒരു വിട്ടുവീഴ്ച ഞാൻ തയ്യാറല്ല. ഇവന്മാരെ കൊണ്ട് ചില്ലറടങ്ങുറൊന്നുമില്ല. ഈ പാവങ്ങൾക്ക് അവസരത്തിന് വേണ്ടിയിട്ട് 11 പ്ലേയേഴ്സ് ഉണ്ട്. 11 ആൾക്കും കളിക്കണം. ഐക്കൺക്ക് മാത്രം ഉണ്ടാക്കാനുള്ളതല്ലത്. ഇപ്പോൾ ഈ നമ്മളെ ഈ കളി ഫസ്റ്റ് 2 റൺ ജയിച്ചതല്ലേ? ഒരു കളി തോറ്റ എന്താ പ്രശ്നം? അപ്പം നെറ്റ് റൺ റേറ്റും MVP നോക്കണം. ഫസ്റ്റ് ബാറ്റിങ്ങും ഫസ്റ്റ് ബോളിങ്ങും ഒന്നും വേണ്ട. ആ പാവങ്ങളെ ഈ ഒരു മൂലക്കിലും അവിടെയും 5 ലെഗിലും കൊണ്ടുവരുത്താതെ അതായത് സ്ട്രൈറ്റിൽ ഒന്ന് നിർത്തി നോക്കി. ഒരു ക്യാച്ച് ഓനും എടുക്കട്ടെ. കേരളത്തിൽ ഏത് ടൂർണമെൻ്റ് എടുത്താലും നമ്മളെ പൊന്നോമനകളാണ് നമ്മളെ കേരളത്തിൻ്റെ ഐക്കൺസ്. അവരാരെ ഉദ്ദേശമോ അവരുടെ കാര്യങ്ങളെ ഉദ്ദേശമോ അല്ല ഞങ്ങൾ വീഡിയോ ചെയ്തത്. നമ്മളെല്ലാവരും കണ്ട വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു പാവത്താന ബാറ്റ് കൊണ്ട് നോൺ സ്ട്രൈക്കർ ഭാഗത്തേക്ക് ഓടാത്തതിൻ്റെ പേരിൽ ഒരുത്ത അടിച്ചു പോയത്. അവനക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. പക്ഷേ നമ്മളെ ഇടയിലും ചില ഐക്കൺസ് ഉണ്ട്. എങ്ങനെ വന്നാലും ഇപ്പം എന്നെ പോലെയുള്ള പ്ലേയേഴ്സിനൊന്നും അവസരം കിട്ടാറില്ല. അവർക്കും കൂടി ഉള്ളിലൂടെ ഒരു കുത്തുത്തിയാണ്.